Hi dear friends, ഇന്നൊരു അടിപൊളി കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രസമലായി കേക്കാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആണ് ഇത് കഴിക്കാൻ. ഈ കേക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് രസമലായി ഉണ്ടാക്കണം. രസമലായി ഉണ്ടാക്കിയിട്ട് അതിന്റെ ആ റബഡി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത്. ആ റബഡി ഉപയോഗിച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റാണ് ഈ കേക്കിന്. അപ്പോൾ ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും കഴിക്കാൻ ആഗ്രഹിക്കുന്നൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് രസമലായി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 പാക്കറ്റ് പാല് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. രസമലായി നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ പനീർ വാങ്ങിയിട്ട് അതുകൊണ്ട് ഉണ്ടാക്കാം. പക്ഷേ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇത് ഉണ്ടാക്കിയെടുക്കാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് തിളച്ച് വരുന്നതിനനുസരിച്ച് ഇത് പാല് പിരിഞ്ഞു വരും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാല് കട്ടിയായി വരുന്നുണ്ട്. ഇപ്പോൾ പാല് നല്ല പോലെ പിരിഞ്ഞ് വന്നിട്ട് അതിൻ്റെ കട്ടയൊക്കെ വേറെ ആയിട്ട് നിൽക്കുന്നുണ്ട്. വെള്ളം വേറെയും കട്ട വേറെ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് നല്ല വൃത്തിയുള്ളൊരു കോട്ടൻ്റെ തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ വിനീഗർ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഇതിലേക്ക്, അപ്പോൾ അതിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് കൂട്ടി പിടിച്ചിട്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക, ഇതിനുള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ടൈമൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഒന്ന് അടിക്കുമ്പോൾ തന്നെ മിക്സി ഒന്ന് വർക്ക് ചെയ്യുന്നതിന് നമുക്കൊരു പ്രയാസമായിട്ട് തോന്നും. കാരണം ഒരു ടൈറ്റ് വരുന്ന പോലെ. ആ ടൈമിൽ തന്നെ നമുക്ക് മിക്സ് ഓഫ് ചെയ്യാം. ഇത്രയും ടൈമൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ടുണ്ടാവും. നമ്മൾ കൈകൊണ്ട് എത്ര ടൈം വെച്ചിട്ട് ഇത് കുഴച്ചെടുത്താലും ഇതുപോലെ സ്മൂത്താക്കി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കാം. ഇനി ഓരോ ബോളും ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിത് കുറച്ച് വലിയ ബോൾസും കുറച്ച് ചെറിയ ഉരുണ്ട ബോൾസും ആക്കിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ എല്ലാ ബോൾസും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ബോൾസും കുറച്ച് ചെറുതുമാണ്. ചെറുത് നമുക്ക് കേക്കിന് മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് എല്ലാ ബോൾസും ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം വേവിച്ചെടുക്കണം. ഇപ്പോൾ ബോൾസൊക്കെ വലുതായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ബോൾസൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇത് എടുത്തു മാറ്റാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് എടുത്തു മാറ്റാൻ. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റബഡി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
1 ലിറ്റർ പാലാണിത്. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നട്ട്സ് ഞാൻ ഇതിലേക്ക് ബദവും പിസ്തയും അതുപോലെ പീനട്ടാണ് എടുത്തിട്ടുള്ളത്. കാഷ്യൂനട്ടോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ അത് എടുക്കാം. അപ്പോൾ ബദവും പിസ്തയൊക്കെ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് പാനിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നട്ട്സ് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അധികം പൊടിക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. സാഫ്രോൺ എന്താണെന്ന് അറിയാലോ, കുങ്കുമപ്പൂവ്. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 ഡ്രോപ്പ് യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ പിഞ്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം പാലൊന്ന് വറ്റിച്ചെടുക്കണം. പാൽ ഒരുപാട് കുറുകി വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് രസമലായി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ രസമലായി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഈ രസമലായി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം റെഡിയാക്കി വെക്കണം. അപ്പോഴേ ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. നല്ല പോലെ തണുത്ത് വന്നാൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ചുരുങ്ങിയത് ഒരു 6 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കണം. ഇനി നമുക്ക് രസമലായി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്പഞ്ച് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടർ മിൽക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഒരു 1/4 കപ്പ് പാല് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള പാലാണ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചേക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3/4 കപ്പ് ഷുഗർ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് 3/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ രസമലായിയൊക്കെ ചേർത്തിട്ടാണല്ലോ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കേക്കിൽ കുറച്ച് മധുരം കുറക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് 3/4 കപ്പ് ഷുഗറേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മുട്ട നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 7 ഇഞ്ചിൻ്റെ മോൾഡാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് മൈദ കൊണ്ട് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഞാൻ ഈ പാനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിലൊരു റിങ് വെച്ചിട്ട് ഇത് അടച്ച് വെച്ചതിന് ശേഷമാണ് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈ മോൾഡ് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരു 40-45 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തുറന്ന് നോക്കി, അപ്പോൾ ആയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം ഞാൻ എടുത്ത് നോക്കി ഒരു സ്ക്വയർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അതിന് മുകളിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഈ രസമലായി കേക്കിൻ്റെ വിപ്പിംഗ് ക്രീമിലേക്ക് ഏലക്ക പൊടിച്ച കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഷുഗറിലേക്ക് 2 ഏലക്കായുടെ കുരു ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. ആ പൊടിച്ചെടുത്ത ഷുഗർ നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ക്രീമിന് ചെറിയൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 2-3 ഡ്രോപ്പ് യെല്ലോ കളർ ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബൗളിൽ ഐസ് ക്യൂബ് ഇട്ട വെള്ളത്തിന് മുകളിൽ ഒരു ബൗൾ ഇറക്കി വെച്ചിട്ട് അതിലാണ് ഞാൻ ക്രീം ബീറ്റ്  ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ക്രീം നല്ലപോലെ സ്റ്റിഫായിട്ട് കിട്ടും.
അപ്പോൾ നമ്മുടെ സ്പഞ്ച് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് 3 ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്പഞ്ച് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത് ഷുഗർ സിറപ്പ് വെച്ചിട്ടല്ല, ഈ രസമലായി ഉണ്ടാക്കിയിട്ടില്ലേ അതിൻ്റെ റബഡി വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിലുള്ള രസമലായി മൊത്തമായിട്ട് നമുക്ക് എടുത്തു മാറ്റാം. കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ബോർഡുമ്പോൾ കുറച്ച് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലെയർ സ്പഞ്ച് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഈ റബഡി ഒഴിച്ചു കൊടുക്കണം. ഇത് ഈ ലെയറിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം, അപ്പോഴേ അതിന് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഈ റബഡി ഒഴിച്ചു കൊടുത്ത് രസമലായൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ആണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം. അതിന് മുകളിലായിട്ട് ഇതുപോലെ ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രസമലായി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടുത്ത ലെയർ സ്പഞ്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ റബഡി ഒഴിച്ച് കൊടുക്കുക, ക്രീം ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാ ലെയറും ചെയ്തെടുക്കാം. ഈ റബഡി മൊത്തമായിട്ട് ഈ കേക്കിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കണം, അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനുശേഷം ക്രീം ഇട്ടിട്ട് നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത കോട്ട് ക്രീം കൂടി ഇട്ട് കൊടുക്കാം. കേക്ക് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ റോസറ്റാ നോസിൽ വെച്ചിട്ട് ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട്. രസമലായി ഉണ്ടാക്കിയപ്പോൾ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിരുന്നത് ഇതിന് മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്ത നട്ട്സ് ഇതുപോലെ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ റോസ് പെറ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രസമലായി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. രസമലായി ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചൊരു ടൈം എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. രസമലായി നമ്മൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ അധികം ടൈമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് മാത്രമല്ല, തലേ ദിവസം ഉണ്ടാക്കി വെക്കുമ്പോഴാണ് ഈ രസമലായി കഴിക്കാൻ നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എല്ലാവരും തലേ ദിവസം തന്നെ ഇത് റെഡിയാക്കി വെക്കാൻ ശ്രമിക്കുക. കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 5-6 മണിക്കൂറെങ്കിലും വെച്ച് സെറ്റായതിന് ശേഷം വേണം നമുക്കിത് കഴിക്കാൻ, അപ്പോഴേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കേക്ക് നല്ല സോഫ്റ്റാണ്, നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ആ റബഡി മുഴുവനായിട്ട് നമ്മൾ ആ കേക്കിലേക്ക് സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട്. കേക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള രസമലായി ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദീപാവലിക്കല്ലേ, അപ്പോൾ ദീപാവലിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. ദീപാവലിക്ക് എൻ്റെ വക ഒരു സ്പെഷ്യൽ കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇനി ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.